തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ഭാരത് അരിയിലും കേന്ദ്രത്തിന് തിരിച്ചടി. സംസ്ഥാന സർക്കാർ നൽകുന്ന റേഷൻ അരിയേക്കാൾ 19 രൂപ കൂടുതലാണ് ഭാരത് അരിക്ക്. കേന്ദ്രത്തിന്റെ അരി വാങ്ങാൻ റേഷൻ കാർഡിന്റെ ആവശ്യമില്ലാത്തതിനാൽ അർഹതപ്പെട്ടവർക്ക് കിട്ടുമോ എന്നതും ചോദ്യമാണ്. അനുരാഗ് കൂടുതൽ വിശദാംശങ്ങളുമായി. അനുരാഗ്, ആദ്യം തന്നെ വാർത്തയുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? സംസ്ഥാന സർക്കാർ കിലോയ്ക്ക് 10 രൂപ 90 പൈസയ്ക്ക് നൽകുന്ന അരിയാണ് കേന്ദ്ര സർക്കാർ ഭാരത് അരി എന്ന പേരിൽ കിലോയ്ക്ക് 29 രൂപ നിരക്കിൽ വിൽക്കുന്നത്. ഇത് നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷനെയും നാഫെഡ്, കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റ് എന്നിവയാണ് ഈ വിതരണത്തിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഈ FCI ഗോഡൌണിൽ നിന്ന് അരിയെടുത്ത് മില്ലിൽ കൊണ്ടുപോയി 5 കിലോ 10 കിലോ പാക്കറ്റിലാക്കി നൽകുമെന്നാണ് കേന്ദ്രത്തിന്റെ പ്രഖ്യാപനം. അതേസമയം തന്നെ ഇത് നീല വെള്ള കാർഡുകാർക്ക് കേന്ദ്രം റേഷൻ അരി നൽകുന്നുമില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഈ വിഭാഗത്തിനാണ് അധിക വിലയ്ക്ക് FCI ഗോഡൌണിൽ നിന്ന് അരിയെടുത്ത് സംസ്ഥാനം വില കുറച്ച് നൽകി വന്നുകൊണ്ടിരിക്കുന്നത്. നവംബർ മുതൽ ഈ രീതിയിൽ അരിയെടുക്കാനും കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്തിന് 78 ലക്ഷം കാർഡുടമകൾ ഉണ്ടായപ്പോഴാണ് കേന്ദ്രം വർഷത്തിൽ 14.25 ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം നിശ്ചയിച്ചത്. നിലവിൽ 94 ലക്ഷം കാർഡുടമകൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരെ മാറ്റി നിർത്തിയാൽ 52.76 ലക്ഷം കുടുംബങ്ങൾക്കും കേന്ദ്ര മാനദണ്ഡ പ്രകാരം റേഷന് അർഹതയില്ല. റേഷനരി വിതരണം പരിമിതപ്പെടുത്തുകയായിരുന്നു BJP സർക്കാർ. 2.5 ലക്ഷം മെട്രിക് ടൺ അരിയാണ് ഇത്തരത്തിൽ കുറച്ചത് എന്നുള്ളതും ഏറ്റവും ഗൗരവതരമായ കാര്യമാണ്. ഇത് പുനഃസ്ഥാപിക്കണമെന്ന് സംസ്ഥാന സർക്കാർ നിരവധി തവണ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലതവണ നിവേദനമടക്കം നൽകി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലാണ് ഭാരത് അരിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പക്ഷേ അതും 19 രൂപ സംസ്ഥാനം നൽകുന്ന അരിയെ സംബന്ധിച്ച് 19 രൂപ അധികമാണ് ഈ ഭാരത് അരി എന്നുള്ളതാണ്. അതിന്റെ വില 19 രൂപ കൂടുതലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതെന്തായാലും ജനം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. അനുരാഗ്, അതായത് ഈ ഭാരത് അരി വാങ്ങാൻ ഈ റേഷൻ കാർഡിന്റെ ആവശ്യമില്ല, എന്നാൽ യഥാർത്ഥ ആളുകൾക്ക് ഈ അരി ലഭ്യമാകണം എന്നൊരു ഉദ്ദേശം കേന്ദ്രത്തിന് ഇല്ല എന്ന് തന്നെയാണോ ഈ ഒരു നീക്കത്തിലൂടെ മനസ്സിലാക്കേണ്ടത്? ഈ ഭാരത് അരി വാങ്ങാൻ റേഷൻ കാർഡിന്റെ ആവശ്യമില്ല, എന്നാൽ ഇത് യഥാർത്ഥ ആളുകൾക്ക് അരി ലഭിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ റേഷൻ കടകൾ വഴി ഈ ഭാരത് അരിയും വിതരണം നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. അത്തരത്തിൽ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ അടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഭക്ഷ്യമന്ത്രി GR അടക്കം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഏജൻസികൾ മുഖേന ഈ ഭാരത് അരി വിതരണം ചെയ്യാനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളതാണ് എന്നുള്ളതാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇത് ഫെഡറൽ തത്വങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണമാണെന്നും അദ്ദേഹം പറയുന്നു. കേരളത്തിലെ 57% വരുന്ന ജനങ്ങളെ റേഷൻ സംവിധാനത്തിന് പുറത്താക്കുകയും അതിനൊപ്പം തന്നെ ഭക്ഷ്യധാന്യ വിഹിതം വെട്ടിക്കുറയ്ക്കുകയും ചെയ്തത് ഈ കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഇപ്പോഴുള്ള ഈ BJP സർക്കാർ തന്നെയാണ്. ഈ ഭക്ഷ്യഭദ്രത ഉറപ്പുവരുത്താനാണ് ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയത്. ഈ നിയമപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടകളിലൂടെയാണ് ഭക്ഷ്യധാന്യ വിതരണം നടത്തേണ്ടതെന്നും അദ്ദേഹം പറയുന്നുണ്ട്.